നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. നടുക്കുന്ന വാർത്തകളാണ് മലയോര മേഖലയിൽ നിന്ന് ദിവസവും പുറത്തുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വന്യജീവി ആക്രമണം തുടർന്നാൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് വി.ഡി. സതീശൻ. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. പുറകുവശത്തെ വാതിലിന് മുകളിലെ ജനൽ കമ്പി വളച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗതക്കുരുക്ക്. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. അതിരപ്പിള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ 2 ആദിവാസികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തണമെന്നാവശ്യമായി ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കീ എന്ന OTT പ്ലാറ്റ്ഫോമിനും പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടിയുറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ MK വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ല് സംഭരണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടയൂക്കാരൻ 70 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുതുവട്ടൂർ കൂവപ്പാട്ട് വീട്ടിൽ സുബിനാണ് മരിച്ചത്. തയ്യൂരിൽ ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. തയ്യൂർ തമ്പിയത്ത് വീട്ടിൽ രാകേഷിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കുറ്റനാട് അഖിലാണം സ്വദേശി മഹേഷിനാണ് പരിക്കേറ്റത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 69,760 രൂപയായി. ഗ്രാമിന് 8,720 രൂപയാണ് ഇന്നത്തെ വില. പാചകവാതക വില വർധനവിനെതിരെ NCPS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ എറിയാട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പുത്തൂർ വീട്ടിൽ ശരത്തിനാണ് പരിക്കേറ്റത്. കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം നേതൃയോഗം ശ്രീനാരായണപുരത്ത് നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന CT തോമസിന്റെ അനുസ്മരണ മച്ചാട് നടന്നു. പഴുവിൽ ഫൊറോന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വേലൂർ കുട്ടംകുളം സെന്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് നവദേവാലയത്തിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പ് ആശീർവദിച്ചു. പാലിയക്കര ടോൾ പ്ലാസയിൽ കാർ കുറുക്കിയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോടനാട് സ്വദേശി കണിമൊലാത്ത് വീട്ടിൽ സിദ്ധാർത്ഥ്, രായമംഗലം പുല്ലുവഴി സ്വദേശി പുണേനിൽ ജൂഡ്, കോടനാട് സ്വദേശി കണിമേലാത്ത് വീട്ടിൽ ശ്രീഹരി എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലോക ഹീമോഫീലിയ ദിനാചരണം വ്യാഴാഴ്ച കുന്നംകുളത്ത് സംഘടിപ്പിക്കും. കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ദിനാചരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ രോഗീ സംഗമം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവിന്റെ സഹകരണത്തോടെ നടന്ന സംഗമം ഹൃദയ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാറിൽ ചുമട്ടു തൊഴിലാളികൾക്ക് നേരെ ഗുണ്ടാ ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. തലയ്ക്കും ചെവിക്കും കൈക്കും പരിക്കേറ്റ ചുമട്ടു തൊഴിലാളി രാധാകൃഷ്ണനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ തറക്കൽ പൂരം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നെട്ടിശ്ശേരി ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയാണ് പ്രതിഷേധം കടുപ്പിച്ചത്. ഭാരതീയ കിസാൻ സംഘ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സ്വീകരണം നൽകി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം വിദ്യാസാഗർ, ജില്ലാ സെക്രട്ടറി എം യു കൃഷ്ണൻകുട്ടി, മഞ്ജുഷ രാജേഷ് എന്നിവർ സ്വീകരണ സമ്മേളനത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടിയിൽ റോഡിൽ കുഴഞ്ഞു വീണ് വയോധികൻ മരിച്ചു. തിപ്പല്ലൂർ ശിവാർച്ചനം വീട്ടിൽ 69 വയസ്സുള്ള നന്ദകുമാറാണ് മരിച്ചത്. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂരം ആഘോഷിച്ചു. പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് മണലൂർ കിഴക്കേക്കരയുടെ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടമ്പേറ്റി. തൃശൂർ പുഴയ്ക്കലിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി മുർഷിദാബാദ് സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. ഉത്തരേന്ത്യയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘാംഗമാണ് പിടിയിലായത്. കുമരനെല്ലൂരിൽ സ്ഫോടക വസ്തുക്കളുമായി വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4-അംഗ സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. വിഷ്ണു, ശ്രീജിത്ത്, ശിവശങ്കർ, അലക്സ് പുല്ലൂസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.